എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടി ഫാമിലി എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോൾ തോന്നി. അപ്പം ഞാൻ ബേസിക്കലി ചെറിയ ആളാണ് ലൈഫിൽ. അപ്പം അതുകൊണ്ട് എൻ്റെ ബോഡി ലാംഗ്വേജ് എപ്പോഴും ഉണ്ടാവുക ഇങ്ങനെ ഇരിക്കും. ഞാനൊരു സ്ഥലത്ത് പോയി ഞാൻ സ്പേസ് ഓക്യുപ്പൈ ചെയ്യും എപ്പോഴും. ഫാമിലി ചെയ്യുമ്പോൾ വൈറ്റ് ഷോർട്സിലാണ് പരിപാടികൾ, അങ്ങനെ ഒരു ക്ലോസപ്പ് ഇല്ല. അപ്പം ഞാൻ പീഡോഫയലാണ് സിനിമയിൽ, പീഡോഫയലാണ്. ഇയാൾ സമൂഹത്തിൽ എല്ലാവരാലും ഇഷ്ടപ്പെടുന്ന, എല്ലാവരാലും പ്രിയപ്പെട്ട ഒരു യുവാവാണ്. ഇയാളെ ഒരു സൊസൈറ്റി എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് സിനിമ. ഞാൻ ആ സിനിമ കണ്ട് ആ സിനിമയുടെ കൂടെ ട്രാവൽ ചെയ്തു. സിനിമ കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു പരിപാടി ഫീൽ ചെയ്ത്, ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ട് ചെയ്യണല്ലോ. ചില കാര്യങ്ങൾ അറിഞ്ഞിട്ട് ചെയ്യലുണ്ട്. എപ്പോഴും ഇയാൾ കൂടുതലും മുണ്ട് കൊടുക്കുന്ന ആളാണ്, വെള്ളമുണ്ട്. അപ്പം എപ്പോഴും ഇതാണ് പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജ്. അതായത് ശരീരം എത്രത്തോളം ഒതുക്കാൻ പറ്റുമോ അത്രത്തോളം ഒതുക്കി ഇങ്ങനെ ഇരിക്കും. സംശയിക്കാനാണോ? ഓട്ടോമാറ്റിക്കലി ഞാൻ അങ്ങനെ ചെയ്താ. അല്ല, ആ ക്യാരക്ടറിന്റെ പരിപാടി അയാള് ഏറ്റവും ഒതുങ്ങി ഏറ്റവും നല്ലവനായിട്ട് നിൽക്കുന്ന പുറത്ത്. ഇപ്പൊ ഇങ്ങനെ ഒരാൾ ഇരിക്കുന്നതും ഇങ്ങനെ ഒരാൾ ഇരിക്കുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. വിധേയനും പന്തമ്മാടയും അടുപ്പിച്ചടുപ്പിച്ച് ഷൂട്ട് ചെയ്ത സിനിമയാണെന്നാണ് ഞാൻ മമ്മൂക്കായിട്ട് പറഞ്ഞത്. വിധേയൻ എന്ന് പറയുന്ന ആ സിനിമയിലെ പട്ടേലറിന്റെ ബോഡി ലാംഗ്വേജും പൊന്തമ്മാടയുടെ ബോഡി ലാംഗ്വേജും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ല. അപ്പൊ മമ്മൂക്കാണെങ്കിലും ഈ പല ആക്സെന്റ് പുൾ ഓഫ് ചെയ്യുന്നതിന്റെ ഒരു പരിപാടിയൊക്കെ ആയിട്ട് അതാർക്കും തൊടാൻ പറ്റും.